RIS ഫുട്ബോൾ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപേക്ഷനും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ക്ലബ് വേൾഡ് കപ്പിൽ 16 റൗണ്ട് ഓഫ് 16 അടുത്തുകൊണ്ടിരിക്കുന്ന ടീമുകൾ. അപ്പോൾ കുറച്ച് ഗ്രൂപ്പുകൾ, ഇനിയിപ്പോൾ 3 ഗ്രൂപ്പുകൾ മാത്രമേ അവസാനത്തെ റൗണ്ട് മത്സരങ്ങൾ കൂടി കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് 16 ഏകദേശ രൂപത്തിൽ. ഇപ്പോൾ തന്നെ കുറേ ടീമുകൾ കയറിയിട്ടുണ്ട്, കുറേ ടീമുകൾ ഇനിയും യോഗ്യത നേടാനുണ്ട്. അതിലിപ്പോൾ എടുത്തു പറയേണ്ട ലാറ്റിൻ അമേരിക്കൻ വിസസ് യൂറോപ്പ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 5 ടീമുകളാണ് ഇപ്പോൾ ഇതുവരെ യോഗ്യത നേടിയിട്ടുള്ളത്. അതിൽ 4 ബ്രസീലിൽ നിന്നുള്ള ടീമുകളാണ്, ഒരെണ്ണം അർജന്റീനയിൽ നിന്നുള്ള ടീമാണ്. അർജന്റീന മെമ്പർമാരായ ബോക്ക ജൂനിയേഴ്സ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. അതുപോലെ യൂറോപ്യൻ മെമ്പർമാരായ അറ്റ്ലറ്റിക്കോ മാഡ്രിഡും ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായിരിക്കുകയാണ്. എന്തായാലും ഇന്റർ മിയാമി ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ട് അവർ 2ാം റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മെസ്സിയുടെ ഇന്റർ മിയാമി എല്ലാവരും ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ട് തന്നെ കടക്കില്ല എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് റൗണ്ടിൽ 2 സമനിലയും 1 വിജയം അടക്കം അവസാന പാൽമരസ് ആയിട്ടുള്ള മത്സരത്തിൽ അവസാന 80 മിനിറ്റ് ശേഷം 2 ഗോൾ വഴങ്ങിയാണ് അവർ സമനില നേടിയിട്ടാണ്. ഇപ്പോൾ PSG-ക്കെതിരാണ് സെക്കൻഡ് റൗണ്ടിൽ മത്സരിക്കാൻ പോകുന്നത്. മെസ്സിയെയും ഇന്റർ മിയാമിയെയും എംബസലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നായകക്കല്ല് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊന്നും ഒരു ഫാൻസും പ്രതീക്ഷയല്ല ഇവിടെ സെക്കൻഡ് റൗണ്ട് എത്തുന്നു. സെക്കൻഡ് റൗണ്ട് PSG ആണ്. ഇനി എന്ത് സംഭവിക്കുക, ഫുട്ബോളാണ്. 90% അല്ലെങ്കിൽ 95% PSG-ക്കാണ് വിജയസാധ്യത. എങ്കിലും മെസ്സി നയിക്കുന്ന, അല്ലെങ്കിൽ സുവാരസും ജോഡി ആൽബയും ബുസ്കറ്റ്സുമുള്ള ഒരു എന്താ പറയാ, ഒരു പട, അവർക്ക് ഈ 5% മതി വിജയിക്കാൻ. ബോട്ടഹോഗയ്ക്ക് PSG-നെ തോൽപ്പിക്കാന്നുണ്ടെങ്കിൽ ഇന്റർ മിയാമിക്ക് ആയിക്കൂടെ? ചാൻസുകൾ വളരെ വളരെ തുച്ഛമാണ്. എന്താ പറഞ്ഞാൽ മിന്നും ഫോമില് ട്രിപ്പിളും അതേപോലെ ഒരുപാട് ട്രോഫികൾ അടിച്ചു കൂട്ടി ഒരുപാട് ടീമുകളെ പരാജയപ്പെടുത്തി ചാമ്പ്യൻസ് ലീഗും PSG-യുടെ ലീഗ് 1 അങ്ങനെ ഒരുപാട് ട്രോഫികൾ അടിച്ചു കൂട്ടിയിട്ടുള്ള ഒരു സീസണിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത് PSG. ഇവിടെ വന്നും ഒരുപാട് ഗോളുകൾ അടിച്ചു. ഒരു ബോട്ടഫോഗയായിട്ട് 1-0 തോറ്റ വെച്ച് കഴിഞ്ഞാൽ ബാക്കി മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിംബെല്ലയുടെ കൂടെ പരിക്ക് മാറിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അതിശക്തമായ ടീം തന്നെയാണ് നേരിടാൻ പോകുന്നത് ഇന്റർ മിയാമിയുടെ വയസ്സൻ പട. ഇന്റർ മിയാമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്നൊരു ടൂർണമെന്റിൽ കളി കളിച്ചിട്ട് പോവാം, ഒരു ഫസ്റ്റ് റൗണ്ട് കളിച്ചിട്ട് പോകാമെന്നതിലപ്പുറം ഒന്നും ഫാൻസുകാർ വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആദ്യ കളിയിൽ സമനില നേടി, 2ാം കളിയിൽ വിജയം നേടി, 3ാം കളിയിൽ വീണ്ടും വിജയിച്ചു എന്ന് ഉറച്ച സമയത്തായിരുന്നു 80 മിനിറ്റ് ശേഷം സമനില 2 ഗോളുകൾ വഴങ്ങി സമനില നേടുന്നത്. 2 ഗോളിന് പാൽമേഴ്സിനെ പോലെ ഒരു ബ്രസീലിന്റെ പമ്പന്മാരായ ടീമിനെതിരെ പൊരുതി നിന്ന് 2 ഗോളിന് ജയിച്ചിരിക്കുകയായിരുന്നു. ലൂയിസ് സുവാരസിന്റെ ഗോളിലൂടെ മാൻ ഓഫ് ദി മാച്ച് ലൂയിസ് സുവാരസ്. ഞാൻ കഴിഞ്ഞ വീട്ടിലേക്ക് ലൂയിസ് സുവാരസിനെ കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കളി ലൂയിസ് സുവാരസിന്റെ പ്രകടനങ്ങൾ അതിഗംഭീരമായിരുന്നു. തീർച്ചയായിട്ടും സെക്കൻഡ് റൗണ്ടിൽ ബോട്ടഫോഗ ആയിരുന്നു ഇന്റർ മിയാമിയെ കാത്തിരിക്കേണ്ടത്. അവസാന നിമിഷത്തിൽ അടിച്ച ഗോളുകളിലൂടെ പാൽമേരസ് സമനില നേടി. പാൽമേരസ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ, ഗോൾ ശരാശരിയുടെ ഇതിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അവർ ബോട്ടഫോഗ. അപ്പോൾ ബ്രസീലിലൊരു ടീം എന്തായാലും അടുത്ത റൗണ്ടിൽ പുറത്താവുന്ന ഉറപ്പായി. ബോട്ടഫോഗയും പാൽമേരസും തമ്മിലാണ് മത്സരം. ഇന്റർ മിയാമി PSG-യുമാണ് എതിരാളികൾ. നമുക്ക് ഈ ഗ്രൂപ്പ് ഘട്ടങ്ങളായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ആദ്യ എ ഗ്രൂപ്പിൽ കളിച്ച് അവർ യോഗ്യത നേടിയത് പാൽമേരസ് 3 മത്സരങ്ങളിൽ നിന്ന് 5 പോയിന്റുമായിട്ട് പാൽമേരസ് 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് ഇന്റർ മിയാമി 3 മത്സരങ്ങളിൽ നിന്ന് 5 പോയിന്റുമായിട്ട്. പക്ഷെ ഗോൾ ശരാശരിയിൽ 1 ഗോളിന്റെ വ്യത്യാസത്തിൽ പാൽമേരസ് യോഗ്യത നേടി. അത് കളി കഴിഞ്ഞ ശേഷം തന്നെ മനസ്സിലായി. മെസ്സിയുടെ സെക്കൻഡ് ഗോൾ വീണ ശേഷം തന്നെ മെസ്സിയുടെ ഒരു ശാരീരിക ഭാഷയൊക്കെ ഭയങ്കര അസ്വസ്ഥമായിരുന്നു. തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പി ആയിരുന്നില്ല. എന്താണ്, PSG ആണ് എതിരാളികൾ എന്നുള്ളത് തന്നെയാണ്. അവർക്ക് 16 ഒരുപടി മുന്നിൽ പോകണേ ബോട്ടഫോഗയെ പോലെ ഒരു ക്ലബ്ബ് ആണെങ്കിൽ കൂടെ കളിക്കാൻ പറ്റുന്നതിന് ശേഷം സുവാരസ് പറഞ്ഞൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമുക്ക് ബോട്ടഫോഗ ആണെങ്കിലും PSG ആണോ ഒരുപോലെയാണ്, എളുപ്പമൊന്നുമല്ല, കട്ടയാൻ തന്നെ 2 ടീമാണെങ്കിലും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിത് കണ്ടറിയാം എന്ത് സംഭവിക്കാന്ന്. തീർച്ചയായിട്ടും ചാൻസുകൾ വളരെ കുറവാണെങ്കിലും ഒരു 5% ഉണ്ട് അത് PSG മറികടന്നിട്ട് ഇന്റർ മിയാമി അടുത്ത റൗണ്ടിലേക്ക് കടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഒറ്റ പ്രതീക്ഷയാണ് ഈ 5%, 10% ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മെസ്സി എന്ന ഒറ്റ പ്രതീക്ഷ തന്നെയാണ്. PSG-ക്കും ഉള്ള പേടി അതന്നെയാണ്. എങ്ങാനും മെസ്സിയുടെ ദിവസമായിരുന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല, അത്രേ പറയാനുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ബി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ PSG ബോട്ടഫോഗയാണ് അവിടെ യോഗ്യത നേടിയിട്ടുള്ളത്. 3 മത്സരങ്ങൾ കളിച്ചപ്പോൾ 6 പോയിന്റുമായി 2 ടീമുകളും അതേ പോയിന്റുമായി അറ്റ്ലറ്റിക്കോ മാഡ്രിഡ്. നിർഭാഗ്യമില്ലാത്തൊരു ടീം എന്ന് പറഞ്ഞാൽ സിമിയോണിയുടെ അറ്റ്ലറ്റിക്കോ മാഡ്രിഡാണ്. തീർച്ചയായിട്ടും എത്ര ട്രോഫികൾ വിരൽ തുമ്പിൽ നിന്ന് തട്ടി മാറ്റിയിട്ടുണ്ടെന്ന് അറിയാം.
അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഭയങ്കര മോശമായിട്ടുള്ള സീസണാണ് കടന്നു പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജൂലിയാൻ അൽവാരസ്, അവരുടെ സ്ട്രൈക്കറായ ജൂലിയാൻ അൽവാരസിന് ട്രോഫി ഇല്ലാത്തൊരു സീസൺ കൂടിയാണിത്. ഇതുവരെ ആ ചങ്ങാൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. അപ്പോൾ അങ്ങനെ അറ്റൻറ്റിക്കോയും ഇതേ പോയിന്റുമായിട്ടാണ് ഉണ്ടായത്. പക്ഷേ ഗോൾ ശരാശരിയിൽ ബോട്ടഫോക്ക കയറി. അങ്ങനെ ആ 2 ടീം കയറി. അടുത്ത സി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ബയൺ മ്യൂണിക്ക് അല്ല, ബെൻഫിക്കയാണ്. ഏഞ്ചൽ ഡി മരിയുടെയും ഒട്ടമന്റിന്റെ ഒക്കെ ബെൻഫിക്ക ചങ്ങായിമാർ നല്ല പെർഫോമൻസാണ് ഈ ടൂർണമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ 3 കളിയിൽ നിന്ന് 7 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്ത്, ബയൺ മ്യൂണിക്ക് 3 കളിയിൽ നിന്ന് 6 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്താണ് യോഗ്യത നേടിയിരിക്കുന്നത്. ബെൻഫിക്കയ്ക്ക് എതിരാളികൾ ചെൽസിയാണ്. അതേപോലെ ബയൺ മ്യൂണിക്കിന് എതിരാളികൾ കാത്തിരിക്കുകയാണ് ഇനി ആരായിരിക്കുന്നത്. ബയൺ മ്യൂണിക്കിന് തീർച്ചയായിട്ടും ബയൺ മ്യൂണിക്ക് ബെൻഫിക്കയുടെ അവസാന കളിയിൽ 1-0 പരാജയപ്പെട്ടു. അവസാന സെക്കൻഡ് ഹാഫിലൊക്കെ ഗോൾ അടിക്കാൻ വേണ്ടി ഒരുപാട് അവസരങ്ങൾ ബയൺ മ്യൂണിക്ക് ശ്രമിച്ചാലും ഒട്ടമന്റിയുടെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് ബെൻഫിക്കയുടെ അതിഗംഭീരമായിട്ട് അത് ചെറുത്തുന്നത് തന്നെ പറയാം. അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് 2 ടീമായി കയറിക്കുന്നത്. അടുത്ത ഡി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ഫ്ലെമിംഗോ 3 കളിയിൽ 7 പോയിന്റുമായിട്ട് അവർ 1ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്ത് ചെൽസിയാണ്. ചെൽസിക്ക് 6 പോയിന്റ് ആയിരുന്നുള്ളത്. അപ്പോൾ ഫ്ലെമിംഗോനെ സംബന്ധിച്ചിടത്തോളം കാലം ബ്രസീലിന്റെ വമ്പന്മാരാണ്. അവർ അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് മറികടക്കുക എന്നറിയില്ല. അപ്പോൾ ചെൽസിക്ക് ബെൻഫിക്കയായിട്ട് എതിരാളികൾ അത് നല്ലൊരു കടുത്ത പോരാട്ടമായിരിക്കും. അപ്പോൾ ചില മത്സരങ്ങളൊക്കെ വിലയിരുത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ്. ഇപ്പോൾ ഇന്റർ മിയാമി പോലുള്ള ടീമുകളൊക്കെ പ്രതീക്ഷിക്കാതെ വന്നതാണ്. അവർ പ്രതീക്ഷിച്ച കുറച്ച് ടീമുകളൊക്കെ പുറത്തായി. ബൊക്ക ജൂനിയേഴ്സിനൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ബൊക്ക ജൂനിയേഴ്സ് പറഞ്ഞാൽ അത്രയും പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ടീമും അത്രയും ഫാൻ ബേസ് ഒക്കെ ഉള്ള ടീമാണ്. അപ്പോൾ അവർ പുറത്തായി. നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ 1ാം സ്ഥാനക്കാരായിട്ട് 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കളി പൂർത്തിയായിട്ട് ഏകദേശം ഇവർ 2 ടീം തന്നെ ആയിരിക്കും ചാൻസ്. 2 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 4 പോയിന്റുമായിട്ട് റിവർ പ്ലേറ്റ് ആണ് 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ 4 പോയിന്റുമായി. ഇതേ 2 കളികളിൽ 4 പോയിന്റുമായിട്ട്. അപ്പോൾ ഇനി അവിടെ ചാൻസുകൾ വളരെ കുറവാണ്. എന്നാലും നാളത്തെ മത്സരം കൂടി കാത്തിരിക്കേണ്ടി. അടുത്ത ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ഡോട്ട്മണ്ടാണ് എഫ് ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായിട്ട് 3 കളിയിൽ നിന്ന് 7 പോയിന്റുമായിട്ടാണ്. അതിന് 2ാം സ്ഥാനക്കാരായിട്ട് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസ് 3 മത്സരങ്ങളിൽ നിന്ന് 5 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തുണ്ട്. ഇവർ 2 പേരാണ് അടുത്ത ഘട്ടത്തിലേക്ക് കയറിയിട്ടുള്ളത്. ഇനി ജി ഗ്രൂപ്പിലാണെങ്കിൽ 2 മത്സരങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ജുവന്റസ് ആണ് 1ാം സ്ഥാനത്തുള്ളത്. 2 കളിയിൽ നിന്ന് 6 പോയിന്റുമായിട്ട് അതേ പോയിന്റുമായി 2ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഇനി അവിടെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. നാളത്തെ കളിയിൽ ആര് ജയിക്കുന്നു അവരായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാർ. മാഞ്ചസ്റ്റർ സിറ്റിയും ജുവന്റസും തമ്മിലുള്ള മത്സരമുണ്ട്. വാശിയേറി മത്സരിക്കുന്നത് പറഞ്ഞാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കഴിഞ്ഞാൽ ഓപ്പണൻസിനെ കിട്ടുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടീമുകൾ ആ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തീർച്ചയായും നാളത്തെ കളി ജയിക്കാനേ നോക്കുള്ളൂ. റയൽ മഡ്രിഡ് ഉള്ള ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായിട്ട് 4 പോയിന്റുമായിട്ട് റയൽ മഡ്രിഡ് ആണ് 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്ത് അതേ പോയിന്റുമായി സ്ലാസ്ബർഗ് ഉണ്ട്. അപ്പോൾ അവർക്ക് 2 പേർക്ക് 4 പോയിന്റാണ് ഉള്ളത്. പിന്നുള്ളത് അൽ ഹിലാലാണ് സൗദി അറേബ്യയുടെ. അപ്പോൾ അൽ ഹിലാലിന് നാളത്തെ കളി ജയിക്കണം. നാളെ സ്ലാസ്ബർഗും റയൽ മഡ്രിഡുള്ള കളിയിൽ ഏതെങ്കിലും ഒരു ടീം തോൽക്കുകയാണെങ്കിൽ അവർക്ക് മേ ബി ഇവർ ജയിക്കുകയാണെങ്കിൽ അൽ ഹിലാൽ ജയിക്കുകയാണ്. ഇപ്പോൾ റയൽ മഡ്രിഡോ സ്ലാസ്ബർഗോ തോൽക്കുകയാണെങ്കിൽ അൽ ഹിലാലിന് കയറാം. അപ്പോൾ നാളത്തെ കളി 3 ടീമിന് നിർണായകമാണ്. അപ്പോൾ ഇനി അവസാനം ഇനിയുള്ള നമുക്കൊരു മത്സരങ്ങളിലേക്ക് ഇനിയുള്ള ക്ലബ് വേൾഡ് കപ്പിൽ ബാക്കിയുള്ള മത്സരങ്ങളിലേക്ക് വന്നാൽ ഇന്റർ മിലാന് ലിവർ പ്ലേറ്റുമായിട്ടുള്ള മത്സരമുണ്ട്. അപ്പോൾ ഇവർ 2-ൽ ആര് ജയിക്കുന്നു അവരായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് കയറാം. അതിനുശേഷം വരുന്നത് ജുവന്റസും മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള ഒരു മെയിൻ മത്സരം വരുന്നുണ്ട്. അതും അവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിലനിർത്താനുള്ള ഒരു ഇതാണ്. സാൽസ്ബർഗും റയൽ മഡ്രിഡും അതേപോലെ തന്നെ അൽ ഹിലാലും പാച്ചോയും. അപ്പോൾ പാച്ചോന്റെ കൂടെ അൽ ഹിലാൽ ജയിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ റയൽ മഡ്രിഡും സാൽസ്ബർഗും ആര് തോൽക്കുന്നു അവർ പുറത്തേക്കാണ്. പിന്നെ നമുക്ക് പാൽമരസും അതൊക്കെ അടുത്ത റൗണ്ട് ഓഫ് 16 മത്സരങ്ങളാണ്. പാൽമരസ് വിസസ് ബോട്ടഫോഗ, ബെൻഫിക വിസസ് ചെൽസി ആൻഡ് പാരിസ് ജർമ്മൻ വിസ് ഇന്റർ മിയാമി, ഫ്ലെമിംഗോ വിസ് ബയൺ മ്യൂണിക്. പിന്നെ വരുന്നത് ഗ്രൂപ്പ് ഇയിലെ 1ാം സ്ഥാനക്കാരും ഫ്ലെമിംഗോൻസും കൂടിയിട്ടാണ് മത്സരിക്കുന്നത്. അതേപോലെ ഗ്രൂപ്പ് ജിയിലെ 1ാം സ്ഥാനക്കാരും ഗ്രൂപ്പ് എച്ചിലെ 2ാം സ്ഥാനക്കാരും തമ്മിലാണ് മത്സരിക്കുന്നത്. അതേപോലെ അടുത്ത മത്സരം വരുന്നത് ഗ്രൂപ്പ് എച്ചിലെ 1ാം സ്ഥാനക്കാരും ഗ്രൂപ്പ് ജിയിലെ 2ാം സ്ഥാനക്കാരും കൂടിയിട്ടാണ് മത്സരിക്കുന്നത്. ബറൂസിയ ഡോട്ട്മണ്ടും ഗ്രൂപ്പ് ഇയിലെ 2ാം സ്ഥാനക്കാരും തമ്മിലാണ് മത്സരം വരുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ നമുക്ക് ഏത് ടീമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നാളത്തെ ഒരു മത്സരങ്ങളും കൂടി ഈ 3ാം റൗണ്ട് മത്സരങ്ങളും കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ക്ലബ് വേൾഡ് കപ്പിലേക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് ഏതൊക്കെ ടീമുകൾ കയറും, അതേപോലെ സെമി ഫൈനലിൽ ഉണ്ടാവുന്ന 4 ടീമുകൾ ആരാണ് ക്ലബ് വേൾഡ് കപ്പിൽ മുത്തമിടുക എന്നുള്ളത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.